ഇന്നത്തെ ഏറ്റവും പുതിയ കോട്ടന്റെ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കൃത്യം 6 ദിവസങ്ങൾ പിന്നിട്ട് നാളെയോടെ കൃത്യം ഒരാഴ്ച തിയേറ്ററുകളിൽ പിന്നിടാനായിട്ടിറങ്ങുന്ന ഏറ്റവും പുതിയ ദളപതി വിജയ് ചിത്രമാണല്ലോ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. വെങ്കട്ട് പ്രഭുവിന്റെ സംവിധാനത്തിൽ വിജയ് നായകനെത്തിയ സിനിമ വെറും 6 ദിവസങ്ങൾ കൊണ്ട് 325 കോടിയോളം രൂപ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഇന്നത്തോടെ നേടിയെടുക്കുകയാണ്. ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് 300 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ വിജയുടെ കരിയറിലെ തന്നെ 4ാമത്തെ 300 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടക്കുന്ന സിനിമ കൂടിയാണ്. വിജയ് തന്റെ കരിയറിലെ ആദ്യത്തെ 300 കോടിയിലേറെ കളക്ഷൻ കണ്ട സിനിമ ദി ബിഗിൽ എന്ന സിനിമയാണ്. ഡബിൾ റോളിലെത്തിയ 2019 തിയേറ്ററുകളിലേക്ക് എത്തിയ അറ്റ്ലീസ്റ്റ് സംവിധാനം ചെയ്ത സിനിമ അന്ന് 300 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ആയിരുന്നു നേടിയെടുത്തത്. രണ്ടാമത്തെ 300 കോടി 2023 കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ വാരിസിലൂടെയും മൂന്നാമത്തെ 300 കോടി ലിയോ എന്ന വിജയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പിൽ റിലീസ് ചെയ്ത സിനിമയിലൂടെയായിരുന്നു. ഇപ്പോഴത്തെ 4ാമത്തെ 300 കോടി കളക്ഷൻ കോട്ട എന്ന ഏറ്റവും പുതിയ വിജയ് ചിത്രത്തിലൂടെ വിജയ് നേടിയെടുക്കുമ്പോൾ മറ്റ് തമിഴ് താരങ്ങളെയെല്ലാം തന്നെ ഞെട്ടിപ്പിക്കുന്ന ലെവൽ ബോക്സ് ഓഫീസ് പ്രകടനത്തിലേക്കാണ് വിജയ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ 300 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമകളിൽ ഗോട്ട് ഇതുവരെ ബിഗിൽ ഒപ്പം തന്നെ വാരിസ് എന്നീ സിനിമകളുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ മറികടന്നിരിക്കുകയാണ്. ഇനി മറികടക്കാനായിട്ടുള്ളത് ലിയോ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനാണ്. പക്ഷെ അത് മറികടക്കില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ വിജയുടെ കരിയർ ഹൈപ്പ് ചിത്രം ലിയോ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത സിനിമ 600 കോടിയിലേറെ വേൾഡ് വൈഡ് കളക്ഷൻ ആയിരുന്നു നേടിയെടുത്തത്. ഒരുപക്ഷെ പോസിറ്റീവ് നേടിയെടുത്തിരുന്നെങ്കിൽ കോട്ട നിസ്സാരമായിട്ട് ലിയോയുടെ ഫൈനൽ കളക്ഷൻ മറികടന്നേനെ. എന്നാൽ നിലവിൽ അതിലേക്ക് എത്തപ്പെടാൻ കഴിയില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കമന്റ് ബോക്സിലൂടെ കോട്ട് 500 കോടിയിലേറെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതും ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ സാധ്യത കുറവാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നിലവിലെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 400 കോടി വേൾഡ് വൈഡ് കളക്ഷൻ സിനിമ എങ്ങനെ പോയാലും മറികടക്കും. എങ്കിൽ പോലും കുറച്ച് സമയം ഒരുപക്ഷെ അടുത്ത ഞായറാഴ്ച വരെയെല്ലാം തന്നെ കാത്തിരിക്കണമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ കോട്ട എന്ന സിനിമ വമ്പൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തി വമ്പൻ കളക്ഷൻ തന്നെയാണ് നേടിയെടുക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ, കോട്ടിന്റെ ഫൈനൽ കളക്ഷൻ എവിടെ വരെ എത്തും എന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് കൂടുതൽ കോട്ട് വാർത്തകൾ കേട്ടും കാത്തിരിക്കൂ.